ഇറാനും യുഎസും തമ്മിൽ ചർച്ചകൾ നടക്കുമോ ഇല്ലയോ? ലോകം ഉറ്റുനോക്കുകയാണ്. പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന റിപ്പോർട്ടുകളല്ല വരുന്നത്. യുഎസും ഇറാനും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇറാന്റെ തുറമുഖങ്ങളെ യുഎസ് ഉപരോധിക്കുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു. മനോഹരമായ ഹോർമുസ് കടലെടുക്ക് യുദ്ധക്കളമായി മാറി. ആശങ്കയോടെയാണ് ഇതുവഴി എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്നത്. അതിനിടെ സംഘർഷം തീവ്രമാകുന്നതായി സൂചനകൾ വരുന്നു. ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ഇറാൻ എണ്ണയുമായി സഞ്ചരിക്കുന്ന കപ്പലുകളെ യുഎസ് തടയുകയാണ്. സമുദ്രത്തിൽ മൈനുകൾ നിക്ഷേപിക്കുന്ന കപ്പലുകളെ പിടിക്കാനെന്ന വ്യാജേനയാണ് യുഎസ് ഇറാൻ എണ്ണയുമായി പോകുന്ന കപ്പലുകളെ തടയുന്നത്. ഇതിനെ ഇറാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുമെന്നുറപ്പാണ്. മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാനിൽ നിന്നുള്ള എണ്ണയുമായി പോകുകയായിരുന്ന കൂറ്റൻ കപ്പലിനെയാണ് യുഎസ് പ്രതിരോധ സേന പിടിച്ചെടുത്തത്. MG മജസ്റ്റിക് X എന്ന കപ്പലാണ് യുഎസ് സൈന്യം തടഞ്ഞത്. ഇറാന്റെ എണ്ണയുമായി പോകുന്ന കപ്പലുകളെ ലോകത്തിന്റെ ഏതു ഭാഗത്ത് വെച്ചും തടയുമെന്നാണ് യുഎസിന്റെ ഭീഷണി. സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനാണ് നീക്കമെന്നാണ് യുഎസിന്റെ വിശദീകരണം. നടപടികൾ തുടരുമെന്നും യുഎസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏപ്രിൽ 13-നാണ് ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനുമുള്ള സമുദ്ര ഗതാഗതത്തിന് യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയത്. അതിനുശേഷം യുഎസ് നിരവധി കപ്പലുകൾ തടഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ നിർണായക ഷിപ്പിംഗ് ചാനലിൽ മൈൻ സ്ഥാപിക്കുന്ന ബോട്ടുകളെ നശിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസ് നാവികസേനയ്ക്ക് ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് കപ്പലുകളെയെല്ലാം യുഎസ് നാവികസേന തടയാൻ തുടങ്ങിയത്. ടെഹ്റാന്റെ എണ്ണ വരുമാനവും കടലിടുക്കിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനായി കപ്പലുകളിൽ നിന്ന് പിരിച്ചെടുത്ത ടോളുകളും തടസ്സപ്പെടുത്തുകയാണ് യുഎസിന്റെ ലക്ഷ്യം. വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഉപരോധം 100% ഫലപ്രദമാണെന്നാണ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടത്. പിന്നാലെ മറ്റൊരു ഭീഷണി മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അടുത്തതായി സബ്മറൈൻ കേബിളുകളെ ലക്ഷ്യമിടുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇന്റർനെറ്റ് കേബിളുകൾ തകർത്താൽ ലോകം പ്രതിസന്ധിയിലാകും. ഇറാൻ അണ്ടർസീ കേബിളുകളെ തകർക്കുമോ? ഇറാനിയൻ മാധ്യമങ്ങൾ ആശങ്കയുയർത്തുന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെ അദൃശ്യ കേബിളുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇറാൻ മാധ്യമങ്ങൾ നൽകുന്നത്. നിങ്ങളുടെ ഇമെയിലുകൾ, നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ, നിങ്ങളുടെ വീഡിയോ കോളുകൾ 95% എന്നിവ വഹിക്കുന്ന കേബിളുകൾ. ആഗോള ഇന്റർനെറ്റ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പാണിത്. അണ്ടർസീ കേബിളുകളെ കുറിച്ചും അന്തർവാഹിനി കേബിളുകളെ കുറിച്ചും ഇറാൻ മാധ്യമമായ തസ്നീം വാർത്താ ഏജൻസിയിൽ നിന്നാണ് മുന്നറിയിപ്പ് വന്നത്. നിരവധി പ്രധാന കേബിളുകൾക്ക് ഒരേ സമയം കേടുപാടുകൾ സംഭവിക്കുന്നത് പേർഷ്യൻ ഗൾഫിലുടനീളം ഗുരുതരമായ തടസ്സങ്ങൾക്ക് കാരണമാകുമെന്നും ഹോർമസിലൂടെ കടന്നു പോകുന്ന കടലിനടിയിലെ കേബിളുകൾ തകർത്തേക്കാമെന്നാണ് മുന്നറിയിപ്പ്. നിരവധി ഗൾഫ് രാജ്യങ്ങൾ, UAE, ഖത്തർ, ബഹ്റൈൻ ഈ സമുദ്ര കേബിളുകളെ ഏറെ ആശ്രയിക്കുന്ന കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവയെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കാം. ഈ കേബിളുകൾ പൊട്ടുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല അനുഭവപ്പെടുക, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും അത് ബാധിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ സ്തംഭിക്കും, ബാങ്കിംഗ് സംവിധാനങ്ങൾ തകരും, പേയ്മെന്റ് നെറ്റ്വർക്കുകൾ തകിടം മറിയും. മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം തടസ്സപ്പെട്ടേക്കാം. നമ്മളിത് മുൻപ് കണ്ടിട്ടുണ്ട്. അണ്ടർ വാട്ടർ കേബിളുകൾ പലതവണ ലക്ഷ്യമിട്ടിട്ടുണ്ട്. 2024-ൽ ഫിൻലാൻഡിനും ജർമ്മനിക്കും സ്വീഡനും ലിത്വാനിയയ്ക്കും ഇടയിലുള്ള കേബിൾ വിച്ഛേദിച്ചതായി നാറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധം പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്. അതിനൊപ്പം ആശങ്കയും ആകാശത്തോളം ഉയരുന്നു.